ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ എണീറ്റു. ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നീനുവിന് ഇന്നാണ് കല്യാണം. ഓളെ ഫ്രണ്ടിൻ്റെ കല്യാണം എന്നുള്ളതിലപ്പുറം 9:30ക്കാണ് നിക്കാഹ് കേട്ടോ. അപ്പോൾ ഓള് 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലൊക്കെ ഒരുമിച്ച് പഠിച്ച കുട്ടീൻ്റെ നിക്കാഹാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ഗ്രൂപ്പൊക്കെ സ്കൂൾ ഗ്രൂപ്പൊക്കെ ഉണ്ടാവുമല്ലോ, കുട്ടികളൊക്കെ ഉണ്ടായിട്ട് എല്ലാവരും കൂടി ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, ഫ്രണ്ട്സുകളൊക്കെ ആയിട്ടുള്ള. അതൊക്കെ എൻ്റെ ഫോണിൽ എൻ്റെ വാട്സപ്പിലാണ്. അതുകൊണ്ട് എല്ലാ വിവരങ്ങളും ഞാനാണ് അറിയാനായിട്ട് ഞാൻ അറിഞ്ഞിട്ടാണ് ഓക്ക് പറഞ്ഞു കൊടുക്കട്ടോ. ഓളെ നമ്പർ ഇതുവരെ ആ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഇതിലിങ്ങനെ കാണുമ്പോൾ ഗ്രൂപ്പിലിങ്ങനെ കാണുമ്പോൾ ഓളെ വിവരം അറിയിക്കും. പിന്നെ ഓക്കോള് ഇന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് നിന്ന് ഓളെ നമ്പർ വാങ്ങി ഓക്ക് നേരിട്ട് വിളിച്ചിട്ടാണ് ഇപ്പം നിൽക്കാനും ക്ഷണിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓള് ഇത്ര ബുദ്ധിമുട്ടിയിട്ട് ഇന്ന് ലീവൊക്കെ എടുത്ത് വന്നതാണ് കേട്ടോ. കാരണം അത്രയും അടുത്തുള്ള ഒരു 3-4 ഫ്രണ്ട്സേ ഉള്ളൂ ഓക്ക്. ആ ഫ്രണ്ടിൻ്റെ അതിലൊരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ് കേട്ടോ. മറ്റുള്ളവരൊന്നും നിക്കാഹോ പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ടെൻഷൻ കേട്ടോ. നീനുവിൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമോ, കാരണം ഓളെ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ കല്യാണം ആയോ, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ നടത്താനായോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ. ഞാൻ പറഞ്ഞാൽ അതൊന്ന് പേടിക്കേണ്ട. ഒരു 5 കൊല്ലത്തിന് എന്തായാലും നമ്മളിപ്പോൾ കല്യാണം ഒന്നും നടത്താൻ ഉദ്ദേശിക്കണില്ല എന്നൊക്കെ ഞാൻ മൂപ്പർക്ക് ഒരു സമാധാനത്തിന് പറഞ്ഞതാണ് കേട്ടോ. എന്തായാലും ഓളവിടെ തകൃതിയായിട്ട് ഒരുങ്ങാണ്. കൂട്ടത്തിൽ നല്ല ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, കല്യാണമല്ലേ, എപ്പോഴും ജീൻസ് തന്നെ ഇടാൻ പറ്റുമോ. അപ്പോൾ ഓള് ഒരു നല്ലൊരു ടോപ്പൊക്കെ ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇട്ടു. അപ്പോൾ ഞാൻ വേഗം ഒക്കെ ദോശ ചുട്ടു കൊടുക്കാൻ കരുതി. ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൾ ദോശയൊന്നും വേണ്ട, 9 മണി ആയിട്ടുള്ളൂ ഇപ്പോൾ. അപ്പോൾ അവരുടെ ഫ്രണ്ട്സൊക്കെ ബസ് സ്റ്റാൻഡിൽ കാത്തിക്കുകയാണ് കേട്ടോ. അവിടുന്ന് ഓൾക്ക് ഒരുമിച്ച് കൂടിയിട്ട് ഓല് അവിടുന്ന് തന്നെ ഗിഫ്റ്റൊക്കെ വാങ്ങണം. ഗിഫ്റ്റ് വാങ്ങിയിട്ട് വേണം പോവാൻ. അപ്പോൾ ഓളപ്പച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ആക്കിത്തരാം, നിങ്ങളവിടെ എവിടെയാണോ ഓഡിറ്റോറിയത്തിൽ ഞാൻ ആക്കിത്തരാമെന്ന്. വേണ്ടപ്പച്ചി, ഞങ്ങൾ ഫ്രണ്ട്സുകളൊപ്പോൾ ഒരുമിച്ച് പോണേൻ്റെ ആ ഒരു ഇത് വേറെയാണല്ലോ. അപ്പോൾ ഇന്നെ ബസ് സ്റ്റാൻഡിലേക്ക് ആക്കി തന്നാൽ മതിയാലോ. അപ്പോൾ വണ്ടി എടുത്തിട്ട് ഫ്രണ്ട്സുകളെയൊക്കെ കൂട്ടി വേണമെങ്കിൽ ഞാൻ ഓഡിറ്റോറിയത്തിൻ്റെ അങ്ങോട്ട് ആക്കി തരാമെന്ന് മൂപ്പരങ്ങ് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇല്ല, ഞങ്ങൾ ബസ് കയറി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ ഇതൊക്കെ വാങ്ങിയിട്ട് ഗിഫ്റ്റ് വാങ്ങിയിട്ട് ബസ് കയറി. അത് ഓല് ആ ഒരു സ്കൂൾ കാലഘട്ടം ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിർബന്ധിക്കേണ്ട, അതല്ല അതിൻ്റെ ഒരു രസമില്ല, അങ്ങനെ അടിപ്പാടി വരട്ടെ, രസമല്ലേ, കുറേ കാലം കഴിഞ്ഞിട്ട് കാണുമല്ലേ, അപ്പോൾ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഓളത് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയിടാൻ പോവാണ് കേട്ടോ. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ, ചായ പോലും കുടിച്ചിട്ടില്ല. 8:45 ആയിട്ടുള്ളൂ. അപ്പോൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ പിന്നെ അവിടുന്ന് കല്യാണ പരയിൽ നല്ല ഫുഡൊക്കെ കഴിച്ച് വന്നില്ല, അപ്പോൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞത് അവളെ കൊണ്ടാക്കാൻ പോയി. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് ഓള് പേഴ്സ് എടുത്തിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത്. കാരണം ഓളെ ഫ്രണ്ട്സൊക്കെ ഗൂഗിൾ പേ അല്ലാത്തതുകൊണ്ട് ഓളേന്ന് ഇനി അങ്ങോട്ട് പൈസ വെക്കാനോ ഇങ്ങോട്ട് പൈസ വെക്കാനോ ഒന്നും കഴിയില്ലല്ലോ. അപ്പോൾ ഗിഫ്റ്റൊക്കെ വാങ്ങുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ പൈസ കയ്യിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കയ്യിലെടുത്തിട്ടാണ് ഓൾ പോയത്. അപ്പോൾ പേഴ്സ് ഇവിടെ മേശപ്പുറത്ത് തന്നെ മറന്നു വെച്ച് പോയതിൻ്റെ. അപ്പോൾ പിന്നെ തിരിച്ച് വന്ന് അത് എടുത്ത് പോയതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പിന്നെ ഓളെ പറഞ്ഞൊരു വീട്ടിൽ കയറിയപ്പോൾ ഇവിടെ ഇതും നല്ല ഫോൺ തകൃതിയായിട്ട് കാണുകയാണ്. മദ്രസൊക്കെ വിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ ഇത് ഇന്നലെ രാത്രി ഇട്ട ഡ്രസ്സായിരുന്നു. ഓള് വന്ന പാടെ കല്യാണ തല കഴിഞ്ഞ് വന്ന പാടെ അങ്ങോട്ട് നിലത്തങ്ങോട്ട് കിടന്ന് ഉറങ്ങിയിട്ട്, ചൂടുകൊണ്ട് നിലത്തങ്ങോട്ട് കിടന്നു. ആ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് അവിടെ ഉറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ചളിയായിട്ടുണ്ട്, ഒന്ന് ഒലിമ്പി ഇടാമെന്ന് കരുതി ഞാനത് കൊണ്ടുപോയി വെച്ചു. പിന്നെ ദോശയാണല്ലോ, അപ്പോൾ അധികം മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് 2-3 ഉള്ളിയും തക്കാളി ഇട്ടിട്ട്. അപ്പോൾ ആരുമില്ലല്ലോ, ഇതും മൂപ്പരല്ലേ ഉള്ളൂ കഴിക്കാൻ. അപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് അങ്ങനെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഉൽക്ക ഉണ്ടാക്കുള്ള മുട്ട റോസ്റ്റ് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അതും ദോശയും ചുട്ട് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അത് വേഗം ഉള്ളിയൊക്കെ വാടി വന്നതിന് ശേഷം 2-3 മുട്ട ഇട്ട് പൊടിച്ചിട്ട് ഒരു ചിക്കിയാക്കിയിട്ടുള്ള ആ ഒരു മുട്ട റോസ്റ്റാണ്. പിന്നെ ഞാൻ അപ്പം ചൂടാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. അപ്പോൾ കുറച്ച് ചൂടേറി, ചട്ടി കുറച്ച് ചൂടേറിയതാണ്, അതുകൊണ്ടാണ് ആ ഒരു പിന്നെ മര്യാദയ്ക്ക് ആവാഞ്ഞതിട്ട് അപ്പം ഒരു കൊലം കെട്ട അപ്പായത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ആ അപ്പാണോ ഈ അപ്പം? അല്ല, അത് ഞാൻ എടുത്തപ്പോൾ വീഡിയോ എടുത്തില്ല, ഇത് വേറെ അപ്പാണ് കേട്ടോ. പിന്നെ ഇതുമൂന്ന് എന്താ വെച്ചാൽ നെയ്യൊക്കെ ആക്കിയിട്ടാണ് ഇഷ്ടം. അപ്പം ഇതുമൂന്ന് നെയ്യാക്കിയിട്ട് പിന്നെ ഉളപ്പച്ചിക്ക് നെയ്യാക്കാതെ അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ചുട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചൂടാനുള്ളത് എന്നത്തെ പോലെ തന്നെ നമ്മൾ കഴിക്കാൻ ആവശ്യമുള്ളത് മാത്രം ഇട്ടിട്ട് അങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതുമുന്നുള്ളത് കൊടുത്ത് ഓളവിടെ ഇരുന്ന് ഇവിടെ ഇപ്പോൾ തന്നെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ കാത്തിക്കുകയാണ്, ഒന്നും കൂടി ആയിട്ട് വേണം ഒക്കെ കഴിക്കാൻ. അപ്പോൾ പിന്നെ ഞാൻ മൂപ്പർക്കുള്ള മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ച് കട്ടൻ ചായയൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഓൾ പിന്നെ മേശപ്പുറത്ത് പോയിട്ട് അവൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അവർ 2 ആളും മുട്ട റോസ്റ്റും കാര്യങ്ങളൊക്കെ കൂട്ടി അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് നീനുട്ടില്ലല്ലോ. അപ്പോൾ ഞാനും നീന് വരുമ്പോൾ നെയ്ച്ചോറോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാവില്ലല്ലോ, ഇനി ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് വരിക എന്നറിയില്ല. ഫ്രണ്ട്സുകളുടെ അടുത്ത് പോയതല്ലേ, അപ്പോൾ ഇനി എപ്പോഴാണ് വരിക എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ വെറും ചോറ് വെക്കുകയാണ്. മൂപ്പർക്ക് ഈ ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ നെയ്ച്ചോറ് എല്ലാവർക്കും ഭയങ്കര മടിയാണില്ല. അപ്പോൾ ഇന്ന് ഞാൻ
നെയ്ച്ചോറ് ഉണ്ടാക്കണ്ട വെറും ചോറ് ഉണ്ടാക്കാന്ന് വെച്ച് ചോറ് വെള്ളം വെച്ചു. പിന്നെ നല്ല മത്തിക്കുട്ടന്മാർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നാടൻ മത്തിയാണ്, നല്ല പഞ്ഞിമീനൊക്കെ ഉള്ള ഉള്ളിൽ കുട്ടിമീനൊക്കെ ഉണ്ടാണ് ആ മീനാണ്. അപ്പോൾ അത് തന്നെ ഒരു നെയ്മീനാവുമല്ലോ, നെയ്യൊക്കെ ഉള്ള മീനായതുകൊണ്ട് നല്ല അടിപൊളി മത്തിയാണ്. അപ്പോൾ അത് കട്ട് ചെയ്യാനിങ്ങനെ നിൽക്കാതെ നമ്മൾ ചോറിൻ്റെ വെള്ളം തിളച്ചിട്ട് അരി ഇട്ടിട്ട് അങ്ങോട്ട് അത് മുറിക്കാൻ നിൽക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മീൻ മുറിക്കണതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പോയിട്ട് പിന്നെ അരി ഇടേണ്ടി വരില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇങ്ങനെ വെള്ളം തിളക്കണ വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം മീൻകറി തന്നെ ഉണ്ടാക്കാം, മീൻ വറക്കും ചെയ്യാമെന്ന് വിചാരിച്ചു. മീൻ്റെ തലയൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് മീൻകറി ഉണ്ടാക്കുക. കുറേ ആയി മീൻകറിയൊക്കെ കൂട്ടിയിട്ട്. എന്നിട്ട് നല്ല മത്തി കിട്ടും നമുക്ക്. മത്തീൻ്റെ കറിയാകുമ്പോൾ മീൻ നന്നായി കഴിഞ്ഞാൽ കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. ആ നെയ്യൊക്കെ ഇങ്ങോട്ട് നമ്മൾ മുളകിട്ട വെള്ളത്തിൽ കണ്ടിടുമ്പോൾ ആ നെയ്യൊക്കെ ഇട്ട് ഇറങ്ങുമ്പോൾ വേറെ ടേസ്റ്റാണ് അല്ലേ. എന്തായാലും ഞാൻ അതവിടെ മുറിക്കാൻ വെച്ച് വേഗം വെള്ളം തിളക്കണ ചൂടായി വരുന്നുണ്ട്. അരിത ചോറ് 2-3 പ്രാവശ്യം കഴുകിയാണ്. അപ്പോൾ ഞാൻ കറണ്ട് അടുപ്പമേലാണ് വെച്ചത്. നമ്മൾ കുറുവരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കുക്കറിൽ കൂക്കിച്ചു കേട്ടോ, 2 കൂക്കിച്ചും. ഇതിപ്പോൾ നമ്മൾ റേഷൻ കടയത്തെ അരി ആയതുകൊണ്ട് ഇതാ നന്നായിട്ട് ഇതിൻ്റെ അടുപ്പത്ത് തന്നെ കറണ്ട് അടുപ്പമേൽ തന്നെയാണ് വെക്കുന്നത്. വെക്കുന്ന ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. അതിൻ്റെ അരി ഇട്ടു. ഇനി അത് വേവുന്നൊക്കെ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മീൻ കട്ട് ചെയ്തു മീൻ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ മൂപ്പരിങ്ങനെ മിരുങ്ങ ഉണ്ട്, കൊമ്പൻ നല്ലോണം ഉണ്ട്. അപ്പോൾ ഒടിച്ച് താളിച്ചാലൊക്കെ ഒന്ന് കുഴിച്ചു. അപ്പോൾ മീൻ കറിയാണോ വേണ്ടത് മുരിങ്ങ കറിയാണോ വേണ്ടി ചോദിച്ചു. മീൻ കറി മതിയെന്ന്. അപ്പോൾ പിന്നെ വേഗം പിന്നെ മുരിങ്ങ തോരനൊക്കെ ഉണ്ടാക്കണേ തേങ്ങയൊക്കെ ചിരണ്ടി ഭയങ്കര മടിയിടും. അപ്പോൾ ഞാൻ വേഗം മീൻ കറി ചോറ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് ഇതാ വേഗം മീൻ കട്ട് ചെയ്യുന്നുണ്ട്. നല്ല നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവൂലേ മീൻ നല്ലതാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഉള്ളിൽ പഞ്ഞിമീനൊക്കെ ഇട്ടിട്ട് അത് വേറെ സെപ്പറേറ്റ് വെക്കിട്ട്. പണ്ട് ഇതൊക്കെ ഇങ്ങനെ മുറിച്ചുമ്പോൾ നമുക്ക് ഓർമ്മ വരും, പണ്ട് കുഞ്ഞുമീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് പൊരിച്ച് തരും. അതേപോലെ തന്നെ ഇവിടെയൊക്കെ നമ്മൾ കല്യാണം കഴിഞ്ഞാൽ ഉടനെ എനിക്ക് പഞ്ഞിമീൻ ഞാൻ സെപ്പറേറ്റ് ഇങ്ങനെ മുറിച്ചുമ്പോൾ കട്ട് ചെയ്യണം, വേറെ എടുത്തിട്ട് വേറെ എന്ന് ജസ്റ്റ് എനിക്ക് തന്നെ പൊരിച്ചൊക്കെ ഇട്ട്. ഇപ്പോൾ പിന്നെ നമുക്ക് പൊരിച്ച് തിന്നാൻ കഴിയില്ല, മക്കൾക്ക് കൊടുക്കണമല്ലോ. അതുകൊണ്ട് നമ്മളവിടെ കുറച്ച് ഉണ്ടാതെക്കും, ആഗ്രഹം ഉണ്ടെങ്കിലും കഴിക്കാനും നിൽക്കില്ല അല്ലേ. ഏതായാലും കട്ടയിൽ കഴിഞ്ഞു. പിന്നെ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇട്ടതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്യാൻ നിന്നത് കേട്ടോ, മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചതും ഉള്ളതുകൊണ്ട് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് ആ പരിപാടി തീർക്കാമല്ലോ. അപ്പോൾ അതാ അതിൻ്റെ മീൻ കട്ട് ചെയ്യലും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉള്ളി തക്കാളി കട്ട് ചെയ്യാണ് കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ട്, ഉള്ളി തക്കാളി മാത്രം ആവശ്യത്തിനുള്ള എടുത്തിട്ട് ഇതാ കട്ട് ചെയ്യുന്നുണ്ട്. ചെറിയ ഉള്ളി ചതക്കിയതുണ്ട്. പിന്നെ വെല്ലുള്ളിയാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. വെല്ലുള്ളിയൊക്കെ മീൻ കറിക്ക് അങ്ങനെ ഇടാറില്ല അല്ലേ, പക്ഷേ ഞാൻ കുറച്ചൊക്കെ വെല്ലുള്ളി ഇടും കേട്ടോ. പിന്നെ അതാ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ അതിലേക്ക് കുറച്ച് കടുകും ഉലുവി ഇച്ചിരി ഇട്ട് കൊടുത്തു. അത് പൊട്ടുന്ന വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നിട്ട് അതൊന്ന് തെറിച്ചിട്ട് വേണം നമുക്ക് അരിഞ്ഞ് വെച്ച ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഉള്ളി. പിന്നെ പച്ചമുളകും കീറി ഇട്ടിട്ടുണ്ട്. പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഈ ബീഫും മീനൊക്കെ ആകുമ്പോൾ പച്ചമുളകിൻ്റെ ടേസ്റ്റ് പ്രത്യേക രസമാണ്. അപ്പോൾ ഞാൻ അതും എടുത്തിട്ടുണ്ട്, കീറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും രണ്ടും ഇട്ടിട്ട് ഇതാ കുറച്ച് ഒന്നിങ്ങനെ വാട്ടിയെടുക്കുകയാണ്. പിന്നെ ഈ ഒന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഇതാ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ പിന്നെ ചിക്കൻ കറി ആയാലും അത് മീൻ കറി ആയാലും ഒക്കെ ഇങ്ങനെ വാട്ടിക്കാണ്ട് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഒരു വേറെ ടേസ്റ്റ് ഒന്നുകൂടി ഒരു ടേസ്റ്റുള്ള പോലെ തോന്നാറുണ്ട്. അപ്പം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇപ്പോൾ വെല്ലുള്ളി എന്താ പറയുക അരിഞ്ഞത് വാടി വന്നപ്പോൾ ഞാൻ എനിക്കിതാ ചതച്ച് വെച്ചതൊക്കെ ഇട്ട് കൊടുത്തു. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ മസാലപ്പൊടികൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി കുറച്ച് കൂടുതലിട്ട് ഇടാം, നമുക്ക് കറി ഒന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തു, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി ഫിഷ് മസാല കുറച്ച് ഇട്ട് കൊടുത്തു. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഓഫാക്കാൻ നേരെ ലേശം ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതാ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. സ്റ്റീൽ പാത്രത്തിലായതുകൊണ്ട് ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട്, എന്നാലും ചെറുതായിട്ടൊന്ന് കഴിയുന്നുണ്ട്. അപ്പം വേഗം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. തിളച്ച വെള്ളം ഉണ്ടായിരുന്നു, അത് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ ഞാൻ വേഗം പോയി പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടല്ലോ അത് നന്നായിട്ട് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കാമെന്ന് കരുതി. തൽക്കാലം കരിയാതെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ വേഗം പുളി പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് അവിടെ പുളി വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് തന്നെ നല്ലോ പൊതിർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴുകിയിട്ട് കുറച്ച് തിളച്ച വെള്ളം പാർന്നാണ് വെച്ചത്, അതുകൊണ്ട് നല്ലോണം അങ്ങോട്ട് പുളി ഇതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിടത്തോളം അതിൽ നിന്ന് പിഞ്ഞ് കഴിഞ്ഞിടത്തോളം പുളിയൊക്കെ ഇട്ട് പിന്നെ നല്ലോണം തിളച്ച് വന്നപ്പോൾ നമ്മൾ മീൻ്റെ തല മാത്രം കേട്ടോ ഞാൻ മീൻ കറിക്ക് ഇട്ട് കൊടുത്തത്.
തലഭാഗം മാത്രം ഇട്ട് കൊടുത്തു. ബാക്കി ഉടലൊക്കെ നമ്മൾ മസാല പുരട്ടി വെക്കുക, അതായത് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഈ കറി കിട്ടുമല്ലോ, പിന്നെ ബാക്കിയുള്ള ഭാഗത നമുക്ക് നന്നായിട്ട് മസാല തേച്ച് വെക്കുകയാണ് കേട്ടോ. ഇതിൽ കിട്ട മസാലപ്പൊടികൾ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം മസാലയ്ക്ക് തേച്ച് വെച്ചു. പിന്നെ ഇത് വന്നപ്പോൾ തീ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ നേരമാണ് എന്ത് ചെയ്തത്, മീൻ പൊരിച്ചത് കേട്ടോ. ഫുള്ളായിട്ട് അങ്ങോട്ട് പൊരിച്ചെടുത്തു. 5-6 ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അത് ഫുള്ളായിട്ടാണ് പൊരിച്ചു. പിന്നെ കറിക്ക് ഞാൻ നമ്മൾ ഓഫാക്കുന്നതിന് മുന്നേ കുറച്ച് കുരുമുളക് പൊടിയും മറ്റേ ഫിഷ് മസാലേൻ്റെ പൊടിയും ഒക്കെ ഇട്ട് ഒഴിച്ചു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഓഫ് ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ അതാ നമ്മൾ എന്ത് ചെയ്തു, മീൻ പൊരിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്, മീൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എനിക്ക് മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ചട്ടി അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ. അത് പിന്നെ ഇതാ മീൻ കറിയും മീൻ പൊരിച്ചതൊക്കെ മേശപ്പുറത്ത് കൊണ്ടുപോയി വെക്കട്ടെ മൂപ്പർക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒറ്റ ദോശ ചൂട്, എനിക്ക് ദോശ കാണുമ്പോൾ ഒരു ഊതി കേട്ടോ തിന്നാൻ. അപ്പോൾ ഞാൻ ഒരു ദോശ ചുടട്ടെ എന്ന് വിചാരിച്ചു. ഒരു ദോശ ഇതാ പെട്ടെന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഇച്ചിരി നെയ്യൊക്കെ ആക്കിയിട്ട് തന്നെയാണ് ദോശ ചുട്ടെടുത്ത്. ദോശയ്ക്ക് പിന്നെ നെയ്യ് ഒഴിക്കും, അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ മൂപ്പർക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്കും മക്കൾക്കൊക്കെ നെയ്യ് ഒഴിച്ചിട്ടുള്ള ദോശ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അത് അതാ ചുട്ട് ഇത് എടുത്തു, ഒറ്റ ദോശ എടുത്തു. ബാക്കി അതിലേക്ക് നമ്മൾ ആ ചട്ടിയിലേക്ക് തന്നെ ചൂടായി നിൽക്കല്ലേ, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് 2 മുട്ട ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതും ഉടച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ബുൾസൈ ആയിട്ടാണ് പൊരിക്കണത്. കുരുമുളക് ഉപ്പ് ഒന്നും ഇടുന്നില്ല കേട്ടോ. അത് അങ്ങനെ അങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വേവാൻ വേണ്ടി, കുഞ്ചൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഫുഡ് കഴിക്കാൻ പോകാൻ ഒരു ത്വര കേട്ടോ. ഞാനൊരു അപ്പത്തേക്ക് ഇതാ മീൻകറി ഒഴിച്ചു. സ്പൂൺ കൊണ്ട് ഒഴിക്കണം. എന്താ വെച്ചാൽ നമ്മൾ മീൻകറിയുടെ കയ്യിൽ മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതവിടെ കുറച്ച് മീൻകറി എനിക്ക് പാർന്നു. പക്ഷേ നോക്കിയപ്പോൾ മുട്ട വെന്തിട്ടില്ല. പിന്നെ ഞാൻ ആ കുഞ്ചിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതും ജസ്റ്റ് ഇങ്ങനെ നമ്മളെ കോരി കൊണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഉടച്ചു കൊടുത്തു കേട്ടോ, പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട്. വിശന്നിട്ട് വയ്യേന്നു. അപ്പോൾ എന്നിട്ടൊന്നും അത് സെറ്റാവുന്നില്ല. എന്തായാലും ഉള്ള കോലത്തിലൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് വേവിച്ചെടുത്ത് ഇതാ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇതും നല്ല ഉറക്കമാണ്, ഓള് എണീറ്റിട്ടില്ല. പിന്നെ ഞാനും മോരുവെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മോരുവെള്ളം പിന്നെ എന്നുണ്ടാക്കണത് ആയതുകൊണ്ട് അത് ഞാൻ സ്പെഷ്യലായിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പച്ചമുളകും ഇഞ്ചി കറിവേപ്പിലി വെളുത്തുള്ളി ഇട്ടാണ് നന്നായിട്ട് അരച്ചെടുത്ത് വെള്ളം പാർന്ന് നീട്ടിയാണ് സംഭാരം പോലെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാകുമ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ സമയം ഉച്ച ടൈമിൽ ഒരു തണുത്ത നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിക്കും വെക്കും. അപ്പോൾ ഈ ഉച്ച സമയത്ത് നമുക്കത് കിട്ടുമ്പോൾ ഭയങ്കര നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അതൊക്കെ കുടിച്ച് ഞങ്ങൾ രണ്ടാളും ഒന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇതും ഉറങ്ങാണ്. നീനുട്ടി പിന്നെ കല്യാണത്തിനും പോയതാണല്ലോ, അപ്പോൾ മക്കളാരും ഇല്ല, ഞങ്ങളെ മാത്രമായിട്ട് വർത്തമാനം പറഞ്ഞ് അങ്ങനെ തിന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ നീനുട്ടി വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുള്ളൂ. ഫ്രണ്ട്സുകളൊക്കെ പിന്നെ ജ്യൂസൊക്കെ കുടിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. വന്നപ്പോൾ 2-3 മണിയായിട്ടുണ്ടായിരുന്നു. വന്ന പാടെ ഒറ്റ കിടത്തും ഉറക്കമായിരുന്നു. കാരണം ഓൾക്ക് നല്ല ടയർഡായിരുന്നു. ഇന്നലെയും ഉറങ്ങാൻ മര്യാദയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇന്നോള് വന്ന പാടെ വേഗം കല്യാണം കഴിഞ്ഞ് വന്ന് ഉറങ്ങി. ഞാൻ പിന്നെ പാത്രവും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചു. ഈ ഉച്ചക്ക് ഇപ്പോൾ എനിക്കും ഭയങ്കര ക്ഷീണം കേട്ടോ. ഞാനും കുറച്ച് നേരം ഉറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം.